ഹായ്, ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മക്കള്, നമ്മുടെ പൊന്നു മക്കള്, നമ്മുടെ കണ്ണിലുണ്ണികളായ നമ്മുടെ പൊന്നു മക്കള് വഴിപിഴച്ചു പോകുന്നത് നമ്മുടെ മാതാപിതാക്കൾ വീട്ടിലുള്ളവർ അറിയുന്നില്ല. അവരെന്തുകൊണ്ടാണെന്നറിയില്ല. പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ച സമയത്ത് ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ആൺ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പ്രണയങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ശരീരം മറ്റൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപാഠിക്കോ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സൗഹൃദമായിരുന്നില്ല. അത് അമൂല്യമായ സൗഹൃദങ്ങളും പ്രണയങ്ങളുമായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിപഴിച്ചു പോകുന്നത്? നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെങ്ങോട്ട് പോകുന്നു, അവരെങ്ങനെ പോകുന്നു. അവരുടെ നല്ലൊരു സുഹൃത്താണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്വന്തം ഒരു സുഹൃത്തിനെ പോലെ കാണുക. എങ്കിൽ മാത്രമേ അവരുടെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അവരെ നല്ല മക്കളായി വളർത്താൻ ശ്രമിക്കുക. ശരീരം വിലമതിക്കാനാവാത്തൊരു രത്നമാണെന്ന് പെൺമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മൾ പൊന്നുപോലെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് കരുതി വളർത്തുന്ന നമ്മുടെ മക്കൾക്ക് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചെല്ലാം അവയർനെസ് എവിടുന്നാണ് ഇവർക്കിത് കിട്ടുന്നത്? ദയവ് ഇത് നമ്മുടെ മക്കൾ ഒരു +2 കഴിയുന്നത് വരെയെങ്കിലും മൊബൈൽ ഫോണ് അവർക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ കൊടുത്താൽ തന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. അവരുടെ ഓരോ മാറ്റങ്ങളും വീക്ഷിക്കുക. അവരെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കുക. അവർ കുറച്ച് ദേഷ്യമൊക്കെ നമ്മളോട് കാണിക്കുമായിരിക്കും. നിയന്ത്രണം വെക്കുമ്പോൾ അവർ ദേഷ്യം കാണിക്കും, സ്വാഭാവികം. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രമേ നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് അമ്മമാർക്ക് മാത്രമേ ആൺമക്കളെ ആണെങ്കിലും പെൺമക്കളെ ആണെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അവരുടെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുക. നമ്മൾ ഈ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നമ്മൾ കളയുന്ന സമയത്തിൻ്റെ 4-1 സെക്കൻഡ് സമയം പോലും വേണ്ട. അവരുടെ ഓരോ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അവരെന്തിലോട്ടാണ് കൂടുതൽ നമ്മളിൽ നിന്ന് അകലുന്നുണ്ടോ, വീടിൽ നിന്ന് അകലുന്നുണ്ടോ, പഠനത്തിൽ നിന്ന് അകലുന്നുണ്ടോ, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. അവരുടെ പോക്ക് വരവ്, സ്കൂളുകളിൽ 2-3 ദിവസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുക, നമ്മുടെ മക്കൾ കൃത്യമായിട്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ടോ. അവരുടെ പഠനത്തെപ്പറ്റി നമ്മൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ ടീച്ചേഴ്സ് പ്രത്യേകം മാതാപിതാക്കളെ അവയർനെസ് കൊടുക്കുക അവരുടെ പഠനത്തെക്കുറിച്ച്. അതുപോലെ തന്നെ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും സ്കൂളുകളിലും എല്ലാം ഈ നമ്മുടെ പെൺമക്കളുടെ നല്ല നടപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുക. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവരുടെ ശരീരം എന്താണ്, അവരുടെ ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ഭാവി എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള